കേരളത്തിലേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര. അത് മറ്റെങ്ങല്ല, ദുബായിലുള്ള കരാമയില്. അപ്പൊ ഇതിന്റെ ചെറിയൊരു വ്ളോഗ് ഞാൻ നേർത്തിട്ടിരുന്നു. അവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ് റംദാന്റെ ഭാഗമായിട്ട്. ഇത് കാണുമ്പോൾ നമ്മൾ നാട്ടിൽ വന്നൊരു ഫീലിംഗ് ആണല്ലേ. ഇതേപോലത്തെ സ്റ്റോളൊക്കെ നമ്മൾ ഉത്സവപ്പറമ്പിലും പെരുന്നാളിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ കരാമത്ത് തന്നെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആയിപ്പോവും ഏത് റെസ്റ്റോറൻറ്റ് കയറണം എന്നുള്ളത്. അതുപോലെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കരാമ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. വല്ലപ്പോഴും ഞാൻ ഈ കരാമയിലോട്ട് ഇറങ്ങും, ഒന്നും വാങ്ങാനല്ലെങ്കിലും ഈ വഴി അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു നൊസ്റ്റാലജിയാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ഫുഡ് ഫെസ്റ്റിവൽ ഏകദേശം തീരാറായിരിക്കണം. എല്ലാവരും പോയി എന്ന് വിചാരിക്കുന്നു. പോകാത്തവർ എത്രയും വേഗം ഈ വീക്കെൻഡിൽ തന്നെ പോവുക, കണ്ട് ആസ്വദിക്കുക. ഫുഡ് ഫെസ്റ്റിവൽ മാത്രമല്ല, അവിടെ ഒരുപാട് പ്രോഗ്രാംസും ഇതിനോടനുബന്ധിച്ച് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആസ്വദിക്കാനും പറ്റും. കിഡ്സിന് വേണ്ടി പ്രത്യേകം ഈ വർഷം ഫേസ് ആർട്ടും അതുപോലെ ബലൂണിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. അതേപോലെ തന്നെ അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ലൈറ്റിങ്ങും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേക ട്രെൻഡാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ ബോട്ടിൽ കാണുന്ന പുഡിങ്സ്. ഇത് മറക്കാതെ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും കുട്ടികളും ഞങ്ങളും ഒരേപോലെ ആസ്വദിച്ചു. അങ്ങനെ അവിടുത്തെ മണിയൊക്കെ അടിച്ച് പാറക്കുട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കൊച്ചിക്കിണറിൽ നമുക്ക് വീണ്ടും വരാം. എന്ത് തന്നെയാണെങ്കിലും എല്ലാ വീഡിയോസ് കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാനും മറക്കരുത്.